إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ പ്രവിശാലമായ സ്വർഗലോകത്തേക്ക് ആനയിക്കപ്പെടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നാം ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി വിശദീകരിച്ചു, ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. യൂഖിനൂൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നതല്ല, മറിച്ച് ഒരു സംശയവുമില്ലാതെ നല്ല ഉറപ്പോടുകൂടി ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സഹാബികളുടെ ചിന്ത. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം കരയുകയാണ്. ഭാര്യ ചോദിച്ചു, മാ യുബ്കീക്, എന്താണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. വീണ്ടും കരഞ്ഞു. കുറേ നേരം കരഞ്ഞപ്പോൾ അത് കണ്ട ഭാര്യയും കരയാൻ തുടങ്ങി.
അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആയത്ത് ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്. ഏതായത്ത്? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. സൂറത്തുൽ മറിയമിലുള്ള ഒരു ആയത്താണ്. എന്തായത്തിന്റെ അർത്ഥം? വഇം മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ അടുത്തേക്ക് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് അള്ളാഹുവിന്റെ ഖണ്ഡിതമായ ഒരു തീരുമാനമാണ്. എല്ലാവരും ആ നരകത്തിന്റെ അടുത്ത് വരും. അത് സ്വർഗത്തിൽ പോകുന്ന ആളുകളാണെങ്കിലും നരകത്തിന്റെ അടുത്ത് വന്നിട്ട് ആ നരകത്തിന്റെ ഭീകരമായ അവസ്ഥകൾ കണ്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹം ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ സ്വർഗത്തിൽ പോവാം. അപ്പൊ ഈ ആയത്ത് ഓർത്തുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ പാരായണം ചെയ്ത ആയത്താണിത്. അതല്ലെങ്കിൽ നരകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ 1/3 പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എത്ര തവണ നമ്മൾ കേട്ടിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. പക്ഷെ എന്താണ് ആ ആയത്തിനെ കുറിച്ച് അവർ ചിന്തിച്ചതുപോലെ ചിന്തിച്ച് കരയാനോ ആ ഒരു വിധത്തിലുള്ള ഈമാനികമായ ഒരു ഊർജം എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? തീർച്ചയായും നരകം എന്ന് പറയുന്നത് ഭീകരമായ ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ നമുക്കും കരയാൻ സാധിക്കും. അതുകൊണ്ടാണ് സ്വഹാബത്തിന് കരയാൻ സാധിച്ചത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ എത്ര ഭീകരമായ അവസ്ഥകൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ രക്ഷിക്കണം. വഅഹ്ലീകും നാറാ, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഉപ്പയെ, ഉമ്മയെ, ഭാര്യയെ, മക്കളെ, സന്താനങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തുകൊള്ളണം. കാരണം വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, നാളെ പരലോകത്ത് കത്തിക്കപ്പെടുന്ന ഇന്ധനമായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് മനുഷ്യരാണ്, മറ്റൊന്ന് കല്ലുകളാണ്. ഇതേ ഒരു ആശയം സൂറത്തുൽ ബഖറയിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫഇല്ലം തഫഅലു വലൻ തഫഅലു ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. എന്തുകൊണ്ടാണ് ഈ കല്ലുകൾ എന്ന് പറയാൻ കാരണം? ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ചില ഗന്ധക കല്ലുകളുണ്ട്. അതിനാണ് കിബിരീത്ത് എന്നാ പറയാ. കിബിരീത്ത് അത് നരകത്തിൽ ഇടാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച കല്ലുകളാണ്. എന്തിനാ ഈ നരകത്തിൽ കല്ലുകൾ ഇടണേ? നമ്മളെ തീയിൽ തന്നെ പോയിക്കൊണ്ട് നിങ്ങൾ കല്ലിട്ട് നോക്കി, ആ തീയിന് ഒരു ചൂട് കൂടുന്നത് കാണാൻ പറ്റും. ചൂട് കൂടാൻ, അതിൻ്റെ ചൂട് ശക്തമാകാൻ കല്ലിട്ടാൽ ചൂട് ശക്തമാകും. അപ്പോൾ നരകത്തിൽ കിടക്കുന്ന ആളുകളെ വേദനിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ കിബിരീത്ത് എന്ന് പറയുന്ന കല്ല് ഇടുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഭീകരരൂപികളായ ചില മലക്കുകൾ അതിന്റെ കാവൽക്കാരായിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് കൽപ്പിച്ചതിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അനുസരിക്കുന്നവർ, ഒരു അനുസരണക്കേടും കാണിക്കൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ, റബ്ബ് കൽപ്പിച്ചത് അതുപോലെ നിറവേറ്റുന്ന ആളുകളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോ ഈ ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന ചില മുശ്രിക്കീങ്ങളൊക്കെ പരിഹസിച്ചു. അബുൽ അശദ് എന്ന് പറയുന്ന വലിയ മല്ലനായ, നല്ല ആരോഗ്യമുള്ള, യുദ്ധത്തിലൊക്കെ വളരെ അറിയപ്പെട്ടിരുന്ന ഒരു മുശ്രിക്കായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു പറഞ്ഞല്ലോ, നരകത്തിന്റെ കാവൽക്കാരായി എത്ര ആൾക്കാരുള്ളത്? 19. അലൈഹാ 19,
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതിന് 19 കാവൽക്കാരുണ്ട്. ഈ ആയത്തിറങ്ങാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ അബുൽ അശദ് പറഞ്ഞു 19 ഉള്ളൂ, ഞാൻ 10 എൻ്റെ വലത് കൈ കൊണ്ടും 9 ഇടത് കൈ നോക്കിക്കോളാന്നാണ്. പരിഹസിച്ചു ചില ആളുകൾ, പലരും പരിഹസിച്ചു, അബൂജഹലും പരിഹസിച്ചു. 18 ഞാൻ നോക്കിക്കോളാം, ഒന്നുങ്ങളെല്ലാവരും കൂടി കൈകാര്യം ചെയ്താൽ മതി എന്നാണ്. എന്തിനാ ഈ ആയത്തിൽ പ്രത്യേകമായി എണ്ണം പറഞ്ഞത്? അത് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ. എന്തിനാ എണ്ണം പറയാൻ കാരണം? എണ്ണം പറഞ്ഞത് എന്തിനാണ്? വമാ ജഅൽനാ ഇദ്ദതഹും, അവരുടെ എണ്ണത്തെ നാം നിശ്ചയിച്ചിട്ടില്ല, ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ, കാഫിരീങ്ങൾക്ക് ഒരു പരീക്ഷണമായിട്ടല്ലാതെ. കാഫിരീങ്ങൾക്ക് ഒരു പരീക്ഷണം എന്നുള്ള നിൽക്കാം. ഇപ്പൊ അങ്ങനൊക്കെ പരിഹസിച്ചില്ലേ, പരിഹസിക്കണം, അവർക്കുള്ള പരീക്ഷണമാണത്. ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ വയസ്ദാദല്ലദീന ആമനൂ ഈമാനാ വലാ യർതാബല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കാനും കാഫിരീങ്ങൾക്ക് ഒരു പരീക്ഷണവുമായിട്ടാണ് ഈ എണ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നാണ്. 19 മലക്കുകാർ നിസ്സാരമായി കാണണ്ട. അതിലെ ഓരോ മലക്കിന്റെയും ശക്തി എത്രയാണ്? അതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ മുഴുവൻ മലർത്തിയടിക്കാൻ മാത്രം കഴിവും ശക്തിയുമുള്ള മലക്കുകളാണ് അവർ. എത്രയാണ് അവരുടെ വലിപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇന്നമാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖി, അവരുടെ ഈ ചെവിക്കുറ്റി മുതൽ ഈ ഷോൾഡർ വരെയുള്ള അവരുടെ സമയം അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് മസീറത 700 ആം. നോക്കൂ നിങ്ങൾ, 700 വർഷം ഒരാൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ, ഊണുറക്കില്ലാതെ ഒരാൾ 700 വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരം ഉണ്ടാവോ അത്രയും ദൂരം ഉണ്ടാവും ആ ചെവിക്കുറ്റി മുതൽ അവരുടെ ഈ ഷോൾഡർ വരേക്കുള്ള നീളം. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ പരലോകത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വിശ്വാസികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഒരു സംശയവും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. 700 വർഷം സഞ്ചരിക്കുന്ന അത്രയും ദൂരം നോക്കൂ നിങ്ങൾ, ഓരോ മലക്കിനും ഉണ്ടാകും. അവിടുത്തെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളുടെ പ്രത്യേകതയാണ്. മാത്രമല്ല അവിടുത്തെ നരകത്തിന്റെ ഭീകരമായ ആഴത്തെക്കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ കേട്ട ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇത് സമിഅ വജബതൻ, ഒരു ഘോരമായ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ആ ശബ്ദം എന്താണെന്ന് സ്വഹാബത്തെ നിങ്ങൾക്കറിയുമോ? അവരെ പറഞ്ഞു, ഇല്ല റസൂലേ, അല്ലാഹുവിനും റസൂലിനുമാണല്ലോ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ, അതൊരു കല്ലിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. നരകത്തിൽ പതിച്ച ഒരു കല്ലിന്റെ ശബ്ദമാണത്. മുൻദു 70 ഖരീഫ, 70 വർഷമായി അതിങ്ങനെ സഞ്ചരിക്കാണ്. ഒരാളിങ്ങനെ കല്ലിട്ട, ഇപ്പൊ നമ്മളൊരു കിണറ്റിക്കൊരു കല്ലിങ്ങനെ ഇട്ടാൽ എത്ര സമയം വേണം അതാ വെള്ളത്തിൽ തട്ടാൻ? 70 വർഷമായി ആ കല്ലിങ്ങനെ വീടുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്ന ഒരു കല്ല് 70 വർഷമായി സഞ്ചരിച്ച് അതിന്റെ താഴെ തട്ടിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് പറയുമ്പോൾ ആ നരകത്തിന് എത്ര ആഴുണ്ടായിരിക്കുന്നു ചിന്തിച്ചു നോക്കി നിങ്ങൾ. പരലോകത്ത് ആ വിശാലമായ നരകത്തെ കൊണ്ടുവരുന്ന അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ജനങ്ങളെ മുഴുവൻ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും, എന്നിട്ട് ഭീകരമായ ആ നരകത്തെ കൊണ്ടുവരുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. യുഅ്താ ബിജഹന്നമ യൗമൈദിൻ, അന്നേ ദിവസം നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നു. ലഹാ 70,000 സിമാമിൻ, 70,000 കടിഞ്ഞാണുണ്ടാകും. 70,000 കടിഞ്ഞാണ് നരകത്തിനുണ്ട്. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ, ഓരോ കടിഞ്ഞാണിന്റെ കൂടെയും 70,000 മലക്കുകൾ അത് വലിക്കാനായിട്ടുണ്ട്. അത്രയും ഭീകരമായ നരകമാണത്. 70,000 കടിഞ്ഞാണുണ്ട്. ഓരോ കടിഞ്ഞാണിന്റെ കൂടെയും അത് വലിച്ചു കൊണ്ടുവരാൻ 70,000 മലക്കുകളുണ്ട്. അപ്പൊ 70,000 × 70,000 490 കോടി മലക്കുകളാണ് അത് കൊണ്ടുവരുന്നത്. എത്ര ഭീകരമായ അവസ്ഥയാണ്. അങ്ങനെ ആ നരകത്തിൽ പരലോകത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോ
അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇദാ റഅതുഹും, ആ നരകം നിങ്ങളെ കണ്ടാൽ, അവരെ കണ്ടാൽ, പരലോകത്തുള്ള ആൾക്കാരെ കണ്ടാൽ, മിൻ മകാനിൻ ബഈദിൻ, ദൂര പ്രദേശത്ത് നിന്ന് തന്നെ ആ നരകം അവരെ കണ്ടാൽ, സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ, അതിന്റെ ക്ഷോഭ തിളക്കം, അതല്ലെങ്കിൽ അതിന് ഇരമ്പൽ, അതിന്റെ ശബ്ദം അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നരകത്തിന് ശബ്ദമുണ്ട്, അതിന്റെ ഒരു ഇരമ്പൽ അവരിങ്ങനെ കേൾക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. അതിന്റെ ഒരു തീപ്പൊരിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ അതിലുള്ള ഒരു തീപ്പൊരി, നരകത്തെ ഒരു തീപ്പൊരി അതിനോട് ഉയർന്നാൽ വലിയ ഒട്ടകക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അത്രയും വലിയതായിരിക്കും നരകമെന്നാണ്. അതിന് 7 കവാടങ്ങളുണ്ട്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചു അല്ലെ. അതേപോലെ നരകത്തിന് 7 കവാടങ്ങളുണ്ട് എന്നാണ്. ലഹാ സബ്അതു അബ്വാബ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ വാതിലുകളിൽ കൂടി ആരാണ് പ്രവേശിക്കേണ്ടത് അതും കൃത്യമായി കണക്കുണ്ട് എന്നാണ്. ഇപ്പൊ സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ ആരാ പ്രവേശിക്കുക? നോമ്പുകാരാണ്. സ്വലാത്ത് എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്, നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രവേശിക്കാം. സ്വതക്ക എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്, സ്വതക്ക നൽകുക ആളുകൾക്ക് പ്രവേശിക്കാം. എന്നതുപോലെ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. അതിൽ ആരെ പ്രവേശിക്കണം കൃത്യമായ കണക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിന്നാരി സബ്അതു അബ്വാബ്, നരകത്തിന് 7 കവാടങ്ങളാണ്. മാ മിൻഹുന്ന ബാബാനി ഇല്ലാ വയസീറു റാകിബു ബൈനഹുമാ 70 ആമാ. മാ മിൻഹുന്ന ബാബാനി ഇല്ലാ വയസീറു റാകിബു ബൈനഹുമാ 70 ആമാ. 7 കവാടങ്ങളല്ലേ പറഞ്ഞത്? 2 കവാടങ്ങൾക്കിടയിൽ ഒരു യാത്രക്കാരൻ 70 വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരം പോകണം അത്രയും വ്യത്യാസം ഉണ്ടാവും ആ 7 കവാടങ്ങളിൽ നിന്നാണ്. മനസ്സിലായോ? അങ്ങനത്തെ വിശാലമായ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുറാദിഖുൻ നാരി 4 ജുദുർ, പറഞ്ഞാൽ നരകത്തിന് യഥാർത്ഥത്തിൽ 4 മതിലുകളുണ്ട്. മനസ്സിലായില്ലേ? നരകത്തിന് 4 മതിലുകളുണ്ട്. കുസുഫു കുല്ലി ജിദാരിൻ മസീറത്തു 40 സന. ആ ഓരോ മതിലിന്റെ അടുത്തെത്തണമെങ്കിൽ 2 മതിലുകൾക്കിടയിലുള്ള ദൂരം 40 വർഷം ഒരാൾ സഞ്ചരിക്കണം. അത്രയും വിശാലമായ ലോകമാണ് നരകം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള നരകത്തിലേക്ക് പരലോകത്ത് വെച്ച് കാഫിരീങ്ങളായ മുനാഫിഖീങ്ങളായ ആളുകളെ കൊണ്ടുപോകുന്ന അവസ്ഥ സൂറത്തു സുമറിന്റെ അവസാനങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം. ഹത്താ ഇദാ ജാഊഹാ, അവർ ആ കവാടത്തിന്റെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ, ഫുതിഹത് അബ്വാബുഹാ, നമ്മൾ പറഞ്ഞ ആ കവാടം ഉണ്ടല്ലോ അതിങ്ങനെ തുറക്കും. 7 കവാടങ്ങൾ. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽക്കാര് നരകക്കാരോട് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു 19 കാവൽക്കാരുണ്ട്. അവർ നരകക്കാരോട് പറയും, അലം യഅതികും റസൂലും മിൻകും, ഇതൊക്കെ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് റസൂലുമാര് ദൂതന്മാര് പറഞ്ഞു തന്നില്ലേ? എന്താ നിങ്ങളിവിടെ എത്താൻ കാരണം? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, മരിച്ചു കഴിഞ്ഞ് നാളെ പരലോകത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് ആയത്തുകൾ ഓതി പഠിപ്പിച്ചു തരാൻ പ്രവാചകന്മാര് നിങ്ങളിലേക്ക് വന്നില്ലായിരുന്നോ? ഖാലൂ ബല, അവര് പറയും അതെ, അള്ളാഹിന്റെ ശിക്ഷ ഞങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ അംഗീകരിക്കുമെന്നാണ്. അങ്ങനെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന ഒരു വിഭാഗമാണ് കാഫിരീങ്ങൾ. ഇനി കാഫിരീങ്ങളായ ആളുകൾ
അവർ ആ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന രൂപമാണോ? അല്ല, അത് വേറൊരു ലോകമാണ്. അവിടുത്തെ മനുഷ്യരും വേറെയാണ്. നരകത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അയാളുടെ രൂപം മാറ്റപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന മൻകിബയിൽ കാഫിരി ഫിന്നാർ മസീറത സലാസതി അയ്യാമിൽ റാകിബിൽ മുസ്രിഅ. പെട്ടെന്ന് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ, വളരെ പെട്ടെന്നാണ് അയാൾ കടന്നു പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് വളരെ സ്പീഡിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ 3 ദിവസം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും ദൂരമുണ്ടാകും ഒരു കാഫിറിന്റെ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റൊരു ഷോൾഡറിലേക്കുള്ള ദൂരം. അത്രയും വലുപ്പാ മനുഷ്യനെ വലുതാക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാഫിറിന്റെ മോണന്റെ വലുപ്പം അല്ലെങ്കിൽ പല്ലിന്റെ വലുപ്പം എന്ന് പറയുന്നത് മിസ്ല ഉഹദിൻ, ഉഹദ് മലയോളം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ 2.5 കിലോമീറ്റർ വീതിയും 6 കിലോമീറ്റർ നീളവുമുള്ള വിശാലമായ ഉഹദ് മലയുടെ അത്രയും വലുപ്പം ഒരാളുടെ മോണക്കുണ്ടാകും. നോക്കൂ നിങ്ങൾ, 3 ദിവസത്തെ വഴി ദൂരം അയാളുടെ തൊലിയുടെ കട്ടിയുണ്ടാകും. എന്ന് പറഞ്ഞാൽ തൊലിന്റെ കട്ടിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുകയാണ്. അയാളുടെ ശരീരത്തിന്റെ വലുപ്പം വർദ്ധിപ്പിക്കുകയാണ്. എന്തിനാണത്? ശിക്ഷയുടെ ആഴം കൂട്ടാൻ, വേദന കൂട്ടാൻ. തൊലിമലാണല്ലോ വേദന, തൊലി ഇല്ലാത്ത ആൾക്ക് വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തൊലികൾ നമ്മൾ മാറ്റി മാറ്റി നൽകും. തൊലി ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് വേദന ഉണ്ടാവുക. ഈ ആയത്ത് കേട്ടിട്ടാണ് തെഗറ്റാറ്റ് ജേസൺ എന്ന് പറയുന്ന തായ്ലാൻഡുകാരനായ ഒരു ശാസ്ത്രജ്ഞൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. അയാൾ തൊലിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തി. തൊലിയിലൂടെയാണ് ഒരാൾക്ക് വേദന ഉണ്ടാകുന്നത് ബോധ്യപ്പെട്ടു. പ്രവാചകന്റെ ഈ അധ്യാപനങ്ങൾ വായിച്ച് വിശുദ്ധ ഖുർആനിലെ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരുടെ തൊലികൾ മാറ്റി നൽകപ്പെടും എന്ന ആയത്തിനെ കുറിച്ച് പഠിച്ചപ്പോ ഇതൊരു സാധാരണക്കാർക്ക് പറയാവതല്ല, ഇത് ദൈവീക ഗ്രന്ഥമാണെന്ന് അയാൾ സത്യപ്പെടുത്തി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ ഒരു ആയത്താണ്. അങ്ങനെ തൊലികളുടെ വലിപ്പം കൂട്ടി, മോണയുടെ വലിപ്പം കൂട്ടി, അയാളുടെ ശരീരത്തിന്റെ ആകെ വലിപ്പം കൂട്ടിയിട്ടാണ് നരകത്തിലേക്ക് അയാൾ പ്രവേശിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നരകത്തിലുള്ള ഒരു കാഫിർ ഇങ്ങനെ പത്തി മടർത്തിയാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മക്കക്കും മദീനക്കും ഇടയിൽ എത്ര സ്ഥലം ഉണ്ടോ അത്രയും സ്ഥലം വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഏകദേശം 400-450 കിലോമീറ്റർ സ്ഥലം വേണ്ടി വരും. ആർക്ക്? ഒരു കാഫിർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും ദൂരമായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പമായി പരലോകത്ത് അയാളെ വർദ്ധിപ്പിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ആ നരകത്തിലെ ചൂടോ നമുക്കൊക്കെ അറിയുന്ന ഹദീസാണല്ലോ, നാറുക്കും ഹാദിഹി അല്ലദീ തൂഖിദൂന ജുസ്ഉൻ വാഹിദുൻ മിൻ 70 ജുസ്അൻ മിൻ ഹർരി നാരി ജഹന്നം. 70, ഇന്നത്തെ ചൂടിനെ നമ്മൾ 70 ആക്കി വർദ്ധിപ്പിച്ചാൽ നരകത്തിലെ ചൂടുണ്ടല്ലോ 70 ആണ്. ആ 70ൽ നിന്ന് ഒരു ഭാഗം മാത്രമായി ദുനിയാവിലെ ചൂട്. അതിനേക്കാൾ 69 ഇരട്ടി ചൂടായിരിക്കും നരകത്തിലെത്തി എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സ്വാഭാവികമായും ഇത്ര ചൂടുള്ള ഭീകരമായ നരകത്തിലേക്ക് ഒരാളെ പ്രവേശിച്ചാൽ അയാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടും, വെള്ളം കുടിക്കാൻ അയാൾക്ക് ആവശ്യപ്പെടും, ഭക്ഷണത്തിന് വേണ്ടി അയാൾ കെഞ്ചുമെന്നാണ്. ആ സമയത്ത് അയാൾക്ക് ഭക്ഷണം നൽകും. പക്ഷേ അത് പോഷണം നൽകുന്ന ഭക്ഷണമല്ല, വിശപ്പ് മാറുന്ന ഭക്ഷണമല്ല, മറിച്ച് ആ ഭക്ഷണവും ശിക്ഷയാണ്. അതിനെക്കുറിച്ച് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വരി എന്നാണ് ആ ഭക്ഷണത്തിന്റെ പേര്. അതായത് മരുഭൂമിയിലെ ഒരു മുൾച്ചെടി ഉണ്ട്, അത് ഉണങ്ങുമ്പോഴാണ് സാധാരണ വരി എന്ന് പറയാറുള്ളൂ. അതേ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ വരീ' ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. നമുക്കൊക്കെ അറിയുന്ന ആയത്തല്ലോ. ലൈസ ലഹും ത്വആമുൻ, അവർക്ക് അവിടെ ഭക്ഷണമില്ല, ഇല്ലാ മിൻ വരീഇൽ നിന്നല്ലാതെ, ലാ യുസ്മിനു, പക്ഷേ ആ വരി എന്ന് പറയുന്ന ഭക്ഷണം ലാ യുസ്മിനു സെമീനാക്കുകയില്ല, തടി വെപ്പിക്കുകയില്ല, പോഷണം നൽകുന്നതല്ല, വലാ യുഗ്നി മിൻ ജൂ', വിശപ്പിൽ നിന്ന് യാതൊരു ശമനവും ഉണ്ടാകുന്നതല്ല. ഉണ്ടോ? അങ്ങനെയുള്ള ഒരു ഭക്ഷണം നരകക്കാർക്ക് കൊടുക്കും. മറ്റൊരു ഭക്ഷണമുണ്ട്, അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം. അത് സഖൂം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്, അത് അവർക്കുള്ള ഭക്ഷണമാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ശജറത സഖൂം തുആമുൽ അസീം, പാപികൾക്കുള്ള ഭക്ഷണമാണ്. അസീം എന്ന് പറഞ്ഞാൽ പാപി എന്നർത്ഥം.
ത്വആമുൽ അസീം, ഹറാം കണ്ടവനും കേട്ടവനും സംസാരിച്ചവനും പലിശ ഭുജിച്ചവനും അതുമായി ഇടപെട്ടവനും അവിഹിതമായി ബന്ധം പുലർത്തിയവനും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിയവനും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു നടന്നവനുമുള്ള ഭക്ഷണമുണ്ട്. അതേതാ? ഇന്ന ശജറത സഖൂമിൽ നിന്നുള്ള ഭക്ഷണമാണ്. കൽമുഹിലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം, അടുപ്പത്തതാ വെള്ളം ചൂടാക്കാൻ വെച്ചാൽ തിളച്ചു മറിയുന്നത് കണ്ടിട്ടില്ലേ? കഗല്ലിൽ ഹമീം, ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ അവരുടെ വയറുകളിലതാ ഭക്ഷണം തിളച്ചു മറിയുന്നതാണ്. ഖുദൂഹു ഫഅതിലൂഹു ഇലാ സവാഇൽ ജഹീം, സ്വാഭാവികമായും സഖൂം വൃക്ഷം അവന് കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോ വയറുകളിൽ കിടന്നത് വല്ലാതെ തിളച്ചു മറിയുമ്പോ പ്രയാസപ്പെട്ടവൻ അവിടെ നിന്ന് ഓടുകയാണ്. പക്ഷേ ഓടുമ്പോ അള്ളാഹ് പറയും ഖുദൂഹു, അവനെ പിടിക്കൂ, ഫഅതിലൂഹു, അവനെ വലിച്ചെറിയൂ, ഇലാ സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിലേക്ക്. എന്നിട്ട് അവനെ വലിച്ചെറിയുകയും സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, ചുട്ടു തിളക്കുന്ന ഭീകരമായ ചൂടുള്ള തിളക്കുന്ന വെള്ളം അവന്റെ തലയുടെ മുകളിലേക്ക് ഒഴിക്കാൻ കൽപ്പിക്കും. ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, ദുനിയാവിൽ വലിയ ആളായിരുന്നില്ലേ, അനുഭവിച്ചോ എന്ന് പറയുന്നതാണ്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തരാണ്. ഖുർആൻ തന്നെ ഈ മരത്തെക്കുറിച്ച് മറ്റൊരു പ്രയോഗമുണ്ട്. ഇന്ന ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മരമാണിത്. തുൽഉഹാ കഅന്നഹു റൂഉസു ശയാതീൻ, ശൈത്താന്മാരുടെ തല പോലെയാണ് അതിന്റെ കൊല ഉണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഫഇന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുതൂൻ, അവരതിൽ നിന്ന് കഴിക്കും, പക്ഷെ വയറ് നിറവില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എത്ര ഭീകരമായ ഒരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തെ കുറിച്ച് പറഞ്ഞു, ലൗ അന്ന ഖത്രതൻ മിനസ് സഖൂമി ഖത്രത ഫീ ദാരി ദുനിയാ ലഅഫ്സദത് അലാ അഹ്ലി ദുനിയാ മആയിഷഹും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സഖൂം വൃക്ഷത്തിൽ നിന്ന് ഒരു ഇറ്റ്, അത് തിളച്ചു പറയുന്ന ഒരു സംഗതി ഞാൻ പറഞ്ഞല്ലോ, ഒരിറ്റെങ്ങാനും ഈ ദുനിയാവിലേക്ക് പതിച്ചാൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെ ജീവിതവും താറുമാറാകും. ലഅഫ്സദത് അലാ അഹ്ലി ദുനിയാ മആയിഷഹും, അവരുടെ മഈശത്ത് ഇല്ലാതായി പോകും. അത്രയും ഭീകരമായ ഒരു മരവും വൃക്ഷവും ആണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം സഹാബികളോട്, ഫകൈഫ ബിമൻ യകൂനു തആമ, എന്നിരിക്കെ അത് ഭക്ഷണമാക്കുന്നവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين. അപ്പൊ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റോ? ഇല്ല, കാരണം അതും അവർക്കുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് അവർ അത് തിന്നുക എന്ന് നിർബന്ധമാണ്. പക്ഷെ നിർബന്ധമായതുകൊണ്ട് തന്നെ തിന്നുകയും അതിന്റെ പേരിൽ യാതൊരു പോഷണവും ലഭിക്കാതെ ചുട്ടു തിളക്കുന്ന വെള്ളം കുടിച്ചാലുള്ള അവസ്ഥ പോലെയാണ്. ഷുർബൽ ഹീം എന്നാണ്. അഥവാ ഒരു ഒട്ടകമൊക്കെ വിശന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടില്ല, അതുപോലെ അവർ ഇങ്ങനെ മോന്തി കുടിക്കും. പക്ഷെ അതും അവർക്കുള്ള ഒരു ശിക്ഷയാണ്. മറ്റൊന്നുണ്ട്, അതെന്താ? ഗിസ്ലീൻ. ഗിസ്ലീൻ എന്നാണ് അതിന്റെ പേര്. അതൊരു വേറെ ഭക്ഷണമാണ്. ഗിസ്ലീൻ ശുദ്ധ ഖുർആൻ പറഞ്ഞു അതൊരു വെള്ളമാണ്. ആ വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടും. ആ വെള്ളം എങ്ങാനും അവർ കുടിച്ചാൽ അവരുടെ കുടൽമാലകൾ പൊട്ടിപ്പോകുന്നതാണ്. നോക്കി നിങ്ങള്, ആ വെള്ളം ഗസ്ലീന് കുടിച്ചാൽ അവരുടെ കുടൽമാലകൾ പൊട്ടിപ്പോകും. വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തുആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുആമുൻ, ഒരു ഭക്ഷണവും നരകക്കാർക്കില്ല, ഇല്ലാ മിൻ ഗസ്ലീൻ, ഗസ്ലീനുകളിൽ നിന്നല്ലാതെ, ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, പാപികളല്ലാതെ അത് തിന്നുകയില്ല. അപ്പൊ പാപികൾക്കുള്ള നരകത്തിലുള്ള ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ഗസ്ലീൻ എന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു ഭീകരമായ ഒരു ലോകം യഥാർത്ഥത്തിൽ നമുക്ക് വരാനുണ്ട്. ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോകും സഹോദരന്മാരെ. അള്ളാഹു തന്ന ഈ ആയുസ്സിൽ നന്മ ചെയ്തതാണെങ്കിൽ സ്വർഗത്തിൽ പോകും, അതല്ലെങ്കിൽ ഈ നരകമാണ്, ഈ ഭീകരമായ ഒരു അവസ്ഥയാണ് എന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നരകത്തിൽ കൊടുക്കുന്ന മറ്റൊരു പാനീയമുണ്ട്, ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ തന്നെ ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്.
ശുദ്ധ ഖുർആൻ സ്വാഭാവികമായും ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന മുഴുവൻ ചൂടാണല്ലോ അവിടെ. കഴിക്കുന്ന ഭക്ഷണം ചൂടാണ്, കുടിക്കുന്ന വെള്ളം ചൂടാണ്, നരകത്തിലെ തീ ചൂടാണ്. തണുപ്പിന് വേണ്ടി അവർ ആവശ്യപ്പെടും, തണുപ്പുള്ള ഒരു കാറ്റിന് വേണ്ടി അവർ കെഞ്ചും, തണുപ്പുള്ള വെള്ളത്തിന് അവർ ആവശ്യപ്പെടും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ. നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളാണ്, പക്ഷേ എത്രത്തോളം അതിന്റെ അർത്ഥങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടുണ്ട്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, തണുത്ത ഒരു പാനീയമോ തണുത്ത ഒരു കാറ്റോ അവർ ആസ്വദിക്കുന്നതല്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖ, ചുട്ടുപൊള്ളുന്ന വെള്ളവും ഗസ്സാഖുമല്ലാതെ അവർക്കവിടെ ഉണ്ടാവുകയില്ല. സ്വദീദ് എന്ന് പറയുന്ന മറ്റൊരു പാനീയമാണ് കുടിപ്പിക്കപ്പെടുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന്റെ ആളുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഒരു തരം രക്തവും ജലവും ചേർന്ന വെള്ളമാകുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവർ വെള്ളത്തിന് വേണ്ടി കെഞ്ചും, ഇസ്തിഗാസ ചെയ്യും, സഹായം അഭ്യർത്ഥിക്കും. യുഗാസു ബിമായിൻ, ഒരു വെള്ളം കൊണ്ടവർക്ക് സഹായം നൽകപ്പെടും. കൽമുഹ്ലി, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു വെള്ളമാണത്. യശ്വിൽ വുജൂ, അത് കുടിക്കാൻ വേണ്ടി അവരുടെ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ യശ്വിൽ വുജൂ, മുഖമൊക്കെ ശവായായി പോകുന്ന, ശവായ എന്ന് പറഞ്ഞാൽ എന്താ, ഉരുകിയാണ് പോകും. എത്ര മോശപ്പെട്ട വെള്ളമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ കാര്യമാണ്. മറ്റൊരു വെള്ളത്തെക്കുറിച്ച്, നരകത്തിനെ വെള്ളത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന വെള്ളം. തീനത്തുൽ ഖബാൽ. സ്വഹാബികൾ ചോദിച്ചു, വമാ ഹിയ തീനത്തുൽ ഖബാൽ, എന്താ ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അറഖു അഹ്ലിന്നാർ, നരകക്കാരുടെ വിയർപ്പാകുന്നു അത്. ഇത് മദ്യപാനികൾക്കുള്ള ശിക്ഷയാണ്. സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾക്ക് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന പാനീയം നൽകപ്പെടും. നരകക്കാർക്ക് വസ്ത്രമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാ വസ്ത്രം? ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, നരകത്താലുള്ള, നരകത്തീ കൊണ്ടുള്ള ഒരു വസ്ത്രം അവരെ അണിയിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്ന് പറഞ്ഞാൽ മുഴുവൻ ശിക്ഷകളാണ്. അവിടുത്തെ പാനീയം, അവിടുത്തെ വസ്ത്രം, അവിടുത്തെ ഭക്ഷണം എല്ലാം നോക്കൂ നിങ്ങൾ, എല്ലാം ഭീകരമായ അവസ്ഥകളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വതറൽ മുജ്രിമീന യൗമൈദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട രൂപത്തിലായിരിക്കുമെന്ന്. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹുമുൻ നാർ, അവരുടെ വസ്ത്രം അന്ന് ഖത്റാൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ടാറിലെ, ഉരുകിയ ടാറ് കൊണ്ടായിരിക്കും അവരുടെ വസ്ത്രം ഉണ്ടാവുക. വതഗ്ശാ വുജൂഹുമുൻ നാർ, അന്ന് അവരുടെ മുഖങ്ങൾ തീ കൊണ്ട് മൂടപ്പെടും. അവരുടെ വസ്ത്രം നോക്കൂ നിങ്ങൾ, ചൂടുള്ള ടാറ്. ഇങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന് കണ്ണുണ്ട്, കാതുണ്ട്, വായുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്റജു ഉനുഖും മിനൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതാ നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് ഇങ്ങനെ ഉയർന്നു വരും. ലഹു ഐനാനി യുബ്സിറു ബിഹിമാ, എന്താ അതിന്റെ പ്രത്യേകത? 2 കണ്ണുകളുണ്ട്. ആ 2 കണ്ണുകൾ കൊണ്ടതാ നരകം കാണും. ലഹു ഉദനാനി യസ്മഉ ബിഹിമാ, ആ നരകത്തിന് 2 കാതുകളുണ്ട്. ആ കാതുകൾ കൊണ്ടവർ കേൾക്കുന്നതാണ്. വലിസാനു യന്തിഖു ബിഹി, ആ നരകത്തിനതാ ലിസാനുണ്ട്, നാവുണ്ട്, അതുകൊണ്ട് അവൻ സംസാരിക്കും. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിൽ പറഞ്ഞല്ലോ, ഹലിം തലതി വതഖൂലു ഹൽ മിൻ മസീദ്, നരകത്തിനോട് ചോദിക്കാണ്, ഇന്ന് അറിഞ്ഞോ? നരകം തിരിച്ചു മറുപടി പറയും, ഇല്ല, ഇനി ആരെങ്കിലും ഉണ്ടോന്നാ. അപ്പോ നരകം സംസാരിക്കും, നാവുണ്ട്, നരകത്തിന് കണ്ണുണ്ട്, കാതുണ്ട്. നരകം പറയാണ്, ഫയഖൂലു ഇന്നി വക്കിൽതു ബിസലാസിൻ, 3 കാര്യങ്ങളെ എന്നിൽ പ്രവേശിക്കാൻ എന്നോട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് പറഞ്ഞു, ബികുല്ലി ജബ്ബാരിൻ അനീദ്, അഹങ്കാരികളായി നിഷേധികളായി നടന്നവർ. 2 ബികുല്ലി മൻ ദഅാ മഅല്ലാഹി ഇലാഹൻ ആഖർ, രണ്ടാമത്തേതോ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ചാരാധിച്ചവർ. 3 വബിൽ മുസവ്വിരീൻ, വിഗ്രഹമുണ്ടാക്കുന്നവർ, രൂപം വരക്കുന്ന ആളുകൾ. ഇവരൊക്കെ നരകത്തിൽ
ഉള്ളവരാണ്, എന്നിൽ പ്രവേശിക്കേണ്ടവരാണ് എന്ന് എന്നോട് ഏൽപ്പിച്ചു എന്ന് നരകം പറയാണ്. അപ്പൊ നരകത്തിന് നാവുണ്ട്, കണ്ണുകളുണ്ട്, കാതുണ്ട് എന്നർത്ഥം. നരകത്തിന് വല്ലാത്ത ആകർഷണ ശക്തിയുമുണ്ട്. നരകത്തിന് ചില താഴ്വരകളുണ്ട്. അഖബ എന്ന് പറയുന്ന ഒരു താഴ്വര ഉണ്ട് നരകത്തിന്, മനസ്സിലായില്ലേ? അതിന് വല്ലാത്ത ആകർഷണ ശക്തിയാണ്. ഇപ്പോ മുനാഫിക്കങ്ങളൊക്കെ നരകത്തിന്റെ സിറാത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ ഈ പല്ലൊക്കെ എരണ പിടിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? നാവിങ്ങനെ പെട്ടെന്ന് നീട്ടി എന്നതുപോലെ നരകത്തിന്റെ അടിയിൽ നിന്ന് അഖബ എന്ന് പറയുന്ന താഴ്വര മുനാഫിക്കങ്ങളെ വലിച്ചാണ് കൊണ്ടുപോകും. അതിനൊരു ആകർഷണ ശക്തിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നരകത്തിയിൽ വ്യത്യാസം വരും. ആദ്യത്തെ 1000 കൊല്ലം ചുട്ടു തിളച്ച് ചുവപ്പ് നിറമായിരിക്കും, പിന്നീട് അത് കറുപ്പാകും, പിന്നെ അത് വെളുപ്പാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ വഈദൂ ഫീഹാ. നരകത്തിലുള്ള ആളുകൾ അതിൽ നിന്നൊന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ വഈദൂ ഫീഹാ, അതിലേക്ക് തന്നെ പിന്നെ അടിച്ചിടാൻ. വലവും മഖാമിയും മിൻ ഹദീദ് പറഞ്ഞില്ല ഖുർആൻ? വലിയ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവരുടെ തലക്കടിച്ചിട്ട് നരകത്തിൽ തന്നെ തള്ളിയിടും. പിന്നെ ആൾക്കാരെ പുറത്തേക്ക് വരാൻ ശ്രമിക്കും. നരകത്തിന്റെ കാവൽക്കാര് വലിയ ഹാമറുകൾ കൊണ്ട്, ഇരുമ്പിന്റെ വലിയ ഹാമറുകൾ കൊണ്ട് അവരെ തലക്കടിക്കും. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. അല്ലാഹുവേ, ഇതിൽ നിന്ന് ഞങ്ങളെ പുറത്തു കടത്തുമോ? ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. പുറത്തു വന്ന് വീണ്ടും ധിക്കാരികളായി ഞങ്ങൾ ജീവിച്ചാൽ ഞങ്ങൾ അക്രമികൾ തന്നെ. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താ? ഇന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട, ഞങ്ങളേറ്റൊന്നും മിണ്ടൂല, നിങ്ങൾ നിന്ദ്യരായി കടിഞ്ഞോളൂ. അവരുടെ മുഖങ്ങളൊക്കെ നരകത്തിയാൽ പൊതിയുന്നതാണ്. അന്ന് അവർ കാലിഹൂൻ എന്ന് പറഞ്ഞാൽ പല്ലിളിച്ചവരായി എന്നാണ്. ശരിക്കും പല്ലുകൊണ്ട് ഇങ്ങനെ ഇളിച്ചിട്ടാണോ? അല്ല, അവരുടെ മുഖത്തുള്ള മുഴുവൻ മാംസവും കരിഞ്ഞു പോയിട്ടുണ്ടാകും. സ്വാഭാവികമായും പല്ലിളിച്ചതുപോലെ അനുഭവപ്പെടും. ഇതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത്. ഇസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും. നിങ്ങൾക്ക് സഹിക്കണമെങ്കിൽ സഹിച്ചോളി, നീ സഹിക്കണില്ലേ സഹിക്കണ്ട, എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെ, അതൊക്കെ സമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ച് അവരോട് പറയും എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നരകത്തിൽ ഒരു താഴ്വരയുണ്ട് നമ്മൾ പറഞ്ഞു, അത് അഖബയാണ്. മറ്റൊരു താഴ്വരയുണ്ട്, വൈൽ എന്നാണ് അതിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാദിൻ യുഹീമുൽ കുഫാറു ഫീ ജഹന്നം. നരകക്കാര് വീഴുന്ന ഒരു താഴ്വരയാകുന്നു വൈല് എന്നാണ്. അതിലേക്ക് കാഫിറുകൾ ആളുകൾ വീഴും, അതും ഒരു ശിക്ഷയായി പഠിപ്പിച്ചു. അതുപോലെ നരകത്തിലൊരു പർവ്വതമുണ്ട്, നരകത്തിലൊരു പർവ്വതമുണ്ട്, അതിന്റെ പേര് അഖബ എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ താഴ്വരയിൽ പിടിച്ചു കയറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് സൂറത്തുൽ മുദ്ദസിറിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സഉർഹിഖുഹു സഊദ. നാം നിർബന്ധിപ്പിച്ച അവരെ ഒരു മല കയറ്റും, അതല്ലെങ്കിൽ ഒരു കയറ്റം കയറാൻ നാം നിർബന്ധിപ്പിക്കും. ഇത് സൂറത്തു മുദ്ദസിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണ്. സഉർഹിഖുഹു സഊദ, നിർബന്ധിച്ചുകൊണ്ട് പ്രയാസമുള്ള ഒരു കയറ്റം കയറാൻ നാം അവരെ നിർബന്ധിപ്പിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ഹുവ ജബലുൻ ഫിന്നാർ, അത് നരകത്തിലുള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കയറാൻ പറയും. യുകല്ലിഫു അൻ യസ്അദഹു ഫൈദാ വദഅ യദഹു ദാബത് വഇദാ റഫഅഹു ആദത്. പക്ഷേ നിർബന്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പർവ്വതത്തിൽ പിടിച്ചു കയറാൻ വേണ്ടി കൈ ഇങ്ങനെ പർവ്വതത്തിൽ വെക്കുന്നുള്ളൂ. അപ്പോഴേക്ക് അവരുടെ കൈയെല്ലാം നോക്കൂ നിങ്ങൾ ഉരുകിപ്പോകും. അതിൽ നിന്ന് കൈയെടുത്താലും വീണ്ടും പഴയ രൂപത്തിലേക്ക് മടങ്ങും. വീണ്ടും കയറാൻ നിർബന്ധിപ്പിക്കും. അവർ കൈവെക്കുമ്പോൾ കൈയെല്ലാം ഉരുകിപ്പോകും, വീണ്ടും പഴയ രൂപത്തിലാകും. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ ജീവിതവുമില്ല മരണവുമില്ല. ജീവിക്കാന്ന് വിചാരിച്ചാൽ ജീവിക്കാൻ കഴിയും? ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മരിക്കുമ്പോൾ വീണ്ടും ജീവൻ നൽകപ്പെടും. ജീവിക്കാൻ പറ്റുമോ? ഇല്ല, അപ്പോഴേക്ക് മരിക്കും. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ ജീവിതമില്ല മരണമില്ല. ലാ യഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത്. എല്ലാ ഭാഗത്തു നിന്നും മരണം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കും, എന്നാൽ അവർക്ക് മരിക്കോ? വമാ ഹുവ ബിമയ്യിത്, അവർ മരിക്കുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നുണ പറയുന്ന ആളുകൾ,
കളവ് പറയുന്ന ആളുകൾ, വളരെ നിസ്സാരമായിട്ടൊക്കെ തമാശക്കൊക്കെ കളവ് പറയുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, കല്ലൂബ് എന്ന് പറയുന്ന ഇരുമ്പിന്റെ ഒരു കൊളുത്ത് കൊണ്ട് അല്ലെ കപ്പല് നങ്കൂരം ഇടുമ്പോൾ ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടണ കാണാൻ പറ്റില്ലേ? അതുപോലെ കണ്ണിലും മൂക്കിലും വായിലും ഒരു കൊളുത്ത് വെച്ച്, ഈ ഭാഗത്ത് 3 കൊളുത്ത്, കണ്ണില്, മൂക്കില്, വായില് എന്നതുപോലെ ഇടതുവശത്തും വലതുവശത്തും വെക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മുഖം പീച്ചി ചീന്തും. ഇതാർക്കുള്ള ശിക്ഷയാണ്? കളവ് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. വ്യഭിചാരികളായ ആണും പെണ്ണും സഖബ് എന്ന് പറയുന്ന താരവിശാലതയുള്ള മുകൾ ഭാഗം, അതെല്ലാം കൂർത്ത ഒരു രൂപത്തിലുള്ള ഒരു താഴ്വരയിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടും. അവിടെയും തീയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ബൂട്ട് ധരിപ്പിക്കലാണ്. ആ ബൂട്ട് എങ്ങാനും അവൻ ധരിച്ചാൽ അവന്റെ ദിമാഗ് പോലും കലങ്ങിപ്പോകുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഏറ്റവും അഹ്വനു അദാബായി, നിസ്സാരമായ ലഘുവായ ശിക്ഷയായി പഠിപ്പിച്ച സംഗതിയാണത്. ഒരു ചെരുപ്പ് ധരിക്കുമ്പോൾ തല പോലും തളച്ചു പോകും, അത്രയും ചൂടുണ്ടാകും എന്നതാണ്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കാം. ഒരു സുദീർഘമായ ഒരു ഹദീസാണ്, നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ നരകങ്ങളിലേക്ക് ആളുകളെ വേർതിരിക്കുന്നതിന് മുമ്പ് നടക്കാനിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. വിശാലമായ ഒരു ഹദീസാണ്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോവാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വന്നാൽ, ഓരോ അറബി പദം ഞാൻ അങ്ങനെ വായിക്കണില്ല, സമയം പോലുണ്ട്. ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരു മലക്ക് വരും. മലക്ക് വന്നിട്ട് വിളിച്ചു പറയും അത്രേ, തത്ബഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദ്. ദുനിയാവിൽ നിങ്ങൾ ആരെയാണോ വിളിച്ചാരാധിച്ചത് അവരെ നിങ്ങൾ വിളിച്ചോളൂ, അവരുടെ കൂടെ പോയിക്കോളൂ എന്നാണ്. ഫലാ യബ്ഖാ മൻ കാന യഅബുദു ഗൈറ അല്ലാഹി മിനൽ അസ്നാമി വൽ അൻസാബി ഇല്ലാ യതസാഖതൂന ഫിന്നാർ. ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിച്ച ആളുകളുണ്ട്, പ്രതിഷ്ഠകളെ വെച്ച് അതിന്റെ മുമ്പിൽ ആരാധിച്ച ആളുകളുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച ആളുകൾ, ഉസൈർ നബിയെ വിളിച്ച ആളുകൾ, അല്ലാഹു അല്ലാത്ത പടപ്പുകളെ, മരങ്ങളെ, കല്ലുകളെ, ഔലിയാക്കളെ, അമ്പിയാക്കളെ, മഹാന്മാരെ വിളിച്ചാരാധിച്ച എല്ലാവരെയും പരലോകത്ത് കൊണ്ടുവരപ്പെടും. മലക്കുകൾ അവരോട് പറയും, നിങ്ങൾ ആരെയൊക്കെയാണോ വിളിച്ചാരാധിച്ചത് അവരോട് സഹായം ചോദിച്ചോളൂ, അവരുടെ കൂടെ പോയിക്കോളൂ. എല്ലാവരും ഇല്ലാ യതസാഖതൂന ഫിന്നാർ, നരകത്തിൽ വീഴും, എല്ലാവരും നരകത്തിൽ പോകും. എത്രത്തോളം അവസാനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുദഅ അൽ യഹൂദ്, ഇന്ന് ധിക്കാരം പ്രവർത്തിക്കുന്ന, അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദികളെ വിളിക്കപ്പെടും. ഫയുഖാലു ലഹും, എന്നിട്ട് യഹൂദികളോട് പറയും, മൻ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആരെയാ വിളിച്ചാരാധിച്ചിരുന്നത്? യഹൂദികൾ പറയും, കുന്നാ നഅബുദു ഉസൈറ ഇബ്ന അല്ലാഹ്, അള്ളാന്റെ മകനായ ഉസൈറിനെയാണ് ഞങ്ങൾ വിളിച്ചാരാധിച്ചത്. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു മറുപടി പറയും, നിങ്ങൾ കളവാണ് പറഞ്ഞത്. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, അള്ളാഹു ഒരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല, ഒരു ഇണയെ സ്വീകരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയുമെന്നാണ്. എന്നിട്ട് അവിടുന്ന് യഹൂദികളോട് ചോദിക്കാണ്, ഫമാദാ തബ്ഗൂൻ, ഇപ്പൊ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവര് പറയും, അതിഷ്നാ റബ്ബന ഫസ്ഖിനാ, ഞങ്ങൾക്ക് വെള്ളം വേണം, ദാഹിക്കുന്നുണ്ട് എന്ന് പറയും. ഫയുഷാറു, അപ്പോൾ നരകത്തിലേക്ക് അവർക്ക് വഴി കാണിക്കപ്പെടും. അലാ തരിദൂൻ, അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയും. ഫയുഹ്ശറൂന ഇലന്നാർ, അങ്ങനെ നരകത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെ വെള്ളം ഉണ്ടെന്ന് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. കഅന്നഹാ സറാബുൻ യഹ്തിമു ബഅദുഹാ ബഅദാ, കണ്ടിട്ടില്ലേ നിങ്ങള്? മരീചിക പോലെ, അവിടെ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കിയാൽ വെള്ളമുള്ളത് പോലെ തോന്നും, അവിടെ അടുത്തു പോകും ഒന്നുമില്ല എന്നതുപോലെ അവർക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ പരലോകത്തുണ്ട്. അങ്ങനെ അവർ ആ നരക കുഴിയുടെ അടുത്തെത്തുമ്പോൾ ഫയതസാഖതൂന ഫിന്നാർ, യഹൂദികൾ മുഴുവൻ നരകത്തിലേക്ക് ആപതിക്കും. അടുത്തൊരു വിഭാഗത്തെ വിളിക്കുകയാണ്, അവരാരാ? നസാറാക്കളാണ്. സുമ്മ യുദ്ആ നസാറ, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള വിഭാഗമാണ് അവർ. നസാറാക്കളെ വിളിക്കപ്പെടും. അവരോടും ഇതുപോലെ ചോദിക്കും, നിങ്ങൾ ആരെയാണ് വിളിച്ചാരാധിച്ചത്? അവര് പറയും, മസീഹ് ഇബ്നു അല്ലാഹ്, അള്ളാഹിന്റെ മകനായ ഈസാ നബിയെയാണ് ഞങ്ങൾ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞത് കളവാണ്, അള്ളാഹു ഇണയെ സ്വീകരിച്ചിട്ടില്ല, അള്ളാഹുക്ക് സന്താനങ്ങളില്ല. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങളും വെള്ളമാണെന്ന് പറയും. അവർക്കും
അവിടേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടും, അവരും പോയി നരകത്തിൽ വീഴും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിശദീകരിക്കുകയാണ്. അവർ ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപം, കാഫിർ നരകത്തിലേക്ക് പോകുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ യഫ്അലു റാഇ ബിബഖരിഹി ഔ ഗനമിഹി, ഒരു ഇടയൻ തന്റെ ആട്ടിൻപറ്റത്തെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ കൂട്ടം കൂട്ടമായി അവരെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുക ചെയ്യാം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യൗമ യുദഊന ഇലന്നാരി യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയി തള്ളിയിടും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പോ മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ നരകത്തിലേക്ക് കൊണ്ടുപോയി അവരെ അങ്ങ് തള്ളിയിടുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെ അവർ നടന്നിട്ടാണോ പോവുക? അല്ല, ഏറ്റവും മനുഷ്യനെ ആദരിക്കപ്പെടുന്ന അവയവമാണല്ലേ മുഖം. ആ മുഖം കുത്തിയ രൂപത്തിൽ അവരെ പോവുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, അവരുടെ മുഖം കുത്തിയ രൂപത്തിലാണ് അവർ നരകത്തിലേക്ക് പോകുന്നത്. ഉലൈക ശർറും മകാനം വഅദല്ലു സബീല. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയപ്പോൾ ഒരു സഹാബി ചോദിക്കുകയാണ്, കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുഖം കുത്തിയ രൂപത്തിലാണ് നരകത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. അതെങ്ങനെ മുഖം കുത്തിക്കാണ്ട് നരകത്തിലേക്ക് ഇങ്ങനെ പോവാ? നടക്കാനല്ലേ പറ്റുക. മുഖം കുത്തിയ രൂപത്തിൽ എങ്ങനെ? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, അലൈസല്ലദീ യംശാഹു അലാ റിജ്ലൈഹി ഫിദ്ദുനിയാ ഖാദിറുൻ അൻ യംശിയഹു അലാ വജ്ഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ല ഈ ദുനിയാവിൽ രണ്ട് കാലുകളിൽ നടത്തിപ്പിച്ച അള്ളാഹുവിന് കഴിവില്ലേ പരലോകത്ത് വെച്ച് മുഖം കുത്തിയ രൂപത്തിൽ നടത്തിപ്പിക്കാൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. തീർച്ചയായും ആ രൂപത്തിൽ അവിടെ നടക്കും, നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മൾ പറഞ്ഞു യഹൂദികളെ വിളിക്കപ്പെടും, അത് കഴിഞ്ഞ് നസാറാക്കളെ വിളിക്കപ്പെടും. അങ്ങനെ ഓരോ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് അവസാനം ബാക്കിയാകുന്ന ഒരു ടീമുണ്ട്. ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅബുദുല്ലാഹ് മിൻ ബർരിൻ ഔ ഫാജിരിൻ, അല്ലാഹുവിനെ മാത്രം വിളിച്ച മുവഹിദുകളായ ആളുകൾ മാത്രം പരലോകത്ത് അവിടെ ബാക്കിയാകും. അവരുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ബർറുകളാണ്, അഥവാ നന്മ ചെയ്ത അബറാറുകൾ, നന്മയുടെ ആളുകളുമുണ്ട്, ഫാജിറുകളുണ്ട്, എന്ന് തിന്മ ചെയ്ത ആളുകളാണ്. പക്ഷെ അള്ളാഹു അല്ലാത്ത വേറെ ആരെയും വിളിച്ചിട്ടില്ല. ശിർക്കിൽ അവരുടെ ജീവിതത്തിൽ പക്ഷെ ഒരുപാട് തിന്മകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവിടെ ബാക്കിയാകും. ആ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതാഹും റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വരും. ഫീ അദ്നാ സൂറത്തിൻ മിനല്ലതി റഅൗ ഫീഹാ, അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്നത്. എന്നിട്ട് അവരോട് പറയും, മാദാ തൻതദിറൂൻ, നിങ്ങളൊക്കെ എന്താ കാത്തു നിൽക്കുന്നത്? തത്ബഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദു, ദുനിയാവിലെ ആരെയാണോ വിളിച്ച് ആരാധിച്ചത് അവരൊക്കെ അവരുടെ ആരാധ്യന്മാരുമായി പോയില്ലേ, നിങ്ങളെന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ആ സമയത്ത് മുവഹിദുകളായ ബർറും ഫാജിറും, നന്മ ചെയ്ത ആളുകളും തിന്മ ചെയ്ത ആളുകളും, ശിർക്കാരും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾ അവരെല്ലാവരും പറയും, ഫാറഖ്നൻ നാസ ഫിദ്ദുനിയാ അലാ അഫ്ഖരി മാ കുന്നാ ഇലൈഹിം വലം നുസാഹിബുഹും, ഇതിനേക്കാൾ ഭീകരമായ അതല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രയാസകരമായ ഒരുപാട് അവസ്ഥകൾ ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും വലം നുസാഹിബുഹും, ഞങ്ങൾ ആരെയും വിളിച്ചാരാധിച്ചിട്ടില്ല, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് ഞങ്ങൾ തേടിയിട്ടുള്ളൂ എന്ന് അവർ പറയുമെന്നാണ്. വനഹ്നു നൻതളിറു റബ്ബനല്ലദീ കുന്നാ നഅബുദു, ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഞങ്ങൾ ആരാധിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആണ് എന്ന് അവർ മറുപടി പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയും, അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫയഖൂലൂൻ, ആ സമയത്ത് അവര് പറയും, ലാ നുശ്രികു ബില്ലാഹി ഷൈഅ, നിങ്ങൾ ഞങ്ങളുടെ റബ്ബല്ല, ഞങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും ശിർക്ക് വെക്കാത്തവരാണ്. മറത്തൈനോ സലാസൻ, 2-3 പ്രാവശ്യം അവർ ഇതിങ്ങനെ ആവർത്തിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹൽ ബൈനകും വബൈനഹു ആയത്തുൻ ഫതഅരിഫൂനഹു ബിഹാ, നിങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ ഇടയിലും ഉള്ള ഒരു അടയാളം എന്താണ്? റബ്ബാണ് എന്ന്
പറയാനുള്ള അതല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള അടയാളം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരോട് അള്ളാഹു ചോദിക്കും. അവര് പറയും നഅം, ഉണ്ട്. അതെന്താണ്? ഫയുക്ശഫു അൻ സാഖിൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിയൂൻ. പരലോകത്ത് അല്ലാഹു ഞങ്ങളുടെ മുമ്പിൽ പ്രകടമാകുന്നത് കണങ്കാല് വെളിപ്പെട്ട രൂപത്തിലായിരിക്കും എന്ന് ഞങ്ങൾ പഠിച്ച ഖുർആനിലുണ്ട് എന്ന് ആ മുവഹിദുകൾ പറയും. فلا يبقى من كان يسجد لله من تلقاء نفسه إلا أذن الله له بالسجود ولا يبقى من كان يسجد اتقاء ورياء إلا جعل الله ظهره طبقة واحدة. ഇതൊക്കെ മുവഹിദുകൾ പറയുന്ന മറുപടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മുമ്പിൽ കണങ്കാല് വെളിപ്പെട്ട് വരുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവരെല്ലാവരും സുജൂദിലായി കിടക്കും. അല്ലാഹുവിനെ റിയാ ഇല്ലാതെ അവന്റെ തൃപ്തിയും വജുവും മാത്രം പ്രതീക്ഷിച്ച് സുജൂദ് ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കും. അതല്ല റിയാഇനു വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടിയാണ് ഒരാളത് ചെയ്തതെങ്കിൽ അവരുടെ മുതുകിനെ അള്ളാഹു ഒരു പലക പോലെ സുജൂദ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലാക്കും എന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമെന്നാണ്. അങ്ങനെ കുല്ലമ അറാദ അൻ യസ്ജുദ ഖറ അലാ ഖഫാഹു, അവരുടെ പിരടി വളയാത്ത രൂപത്തിൽ, ഇത്തിഖാവ് കൊണ്ട് അതല്ല തഖ്വ കാണിച്ച ആളുകൾ അതല്ലെങ്കിൽ ലോകമാന്യത കാണിച്ച ആളുകളാണെങ്കിൽ അവരുടെ പിരടി വളയുകയില്ല എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ മറുപടി പറയും. അങ്ങനെ അവരെല്ലാവരും സുമ്മ യുർഫഊന റൂസഹും, അവരുടെ തലകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ വഖദ് തഹവ്വല ഫീ സൂറത്തിഹി അല്ലതി റഅൂ ഫീഹാ അവ്വല മറ, ആദ്യം അല്ലാഹു ഏത് രൂപത്തിലാണോ വന്നത് ആ രൂപത്തിൽ നിന്ന് മാറി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെയുള്ള രൂപം സ്വീകരിച്ച്, അഥവാ ആ കണങ്കാല് വെളിപ്പെട്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ പ്രകടമായി നിൽക്കും. ഫഖാൽ, എന്നിട്ട് അല്ലാഹു പറയും അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. അപ്പൊ ആ മുവഹിദുകളായ മുഴുവൻ ആളുകളും പറയും അൻത റബ്ബുന, നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്നും. അങ്ങനെ ഒരു അവസ്ഥ പരലോകത്ത് വരാനുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞ് അവർ നേരെ സ്വർഗത്തിൽ പോവോ? ഇല്ല. ഇതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ, അവർ നേരെ സ്വർഗത്തിൽ പോകാൻ സാധിക്കും? ഇല്ല. അവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ നരകത്തിന്റെ മുകളിലുള്ള ഒരു പാലത്തിലൂടെ കടന്നു വേണം പോകാൻ. ഹദീസുകളിൽ സിറാത്ത് എന്നാണ്, പാലം തന്നെയാണ് അത് അക്ഷരാർത്ഥത്തിൽ. സുമ്മ യുദ്റബുൽ ജിസ്റു അലാ ജഹന്നം, നരകത്തിന്റെ മുകളിൽ ഒരു പാലം നാട്ടിവെക്കപ്പെടും. വതഹില്ലു ശഫാഅ, പ്രവാചകന്മാർക്ക് മുഴുവൻ ശുപാർശക്ക് അനുമതി നൽകപ്പെടും. അവർക്ക് അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം, എന്റെ ജനങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നവർ ശുപാർശ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ ഒരു സിറാത്തിന്റെ രൂപത്തിൽ. ചില പണ്ഡിതന്മാര് പറഞ്ഞത് ത്വരീഖുൻ വാസിഉൻ യമുറുൻ നാസി അലാ ഖദ്രി അമാലിഹിം, അതൊരു വിശാലമായ പാലമാണെന്നാ പറഞ്ഞത്. വിശാലമായ ഒരു വഴിയാണ്, ഓരോരുത്തർ അവർ ചെയ്തതിനനുസരിച്ച് അതിലൂടെ കടന്നു പോകും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അവരങ്ങനെ പറയാൻ ഒരു കാരണമാണ്, ഒരു ഹദീസാണ് കാരണം. ഏതാ ഹദീസ്? സഹാബികൾ ചോദിച്ചു അമൽ ജിസ്ർ, ആ പാലമുണ്ടല്ലോ സിറാത്ത് പാലം, അതെന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മറുപടിയാണ് അവരുടെ ഈ അഭിപ്രായത്തിന് കാരണം. എന്താ മറുപടി?